ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ പര്യടനം പൂർത്തിയാക്കി. പദയാത്ര ബിജെപി കേരള പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഗുസ്തി കളിക്കുന്ന സിപിഎമ്മും കോൺഗ്രസും കേന്ദ്രത്തിൽ ദോസ്തി കളിക്കുകയാണെന്ന് അദ്ദേഹം പരിഹസിച്ചു. ആറ്റിങ്ങൽ നഗരത്തെ ഇളക്കിമറിച്ചായിരുന്നു കെ സുരേന്ദ്രന്റെ പദയാത്ര. ആയിരങ്ങൾ അണിനിരന്ന പദയാത്രയിൽ ആവേശം വാനോളം ഉയർന്നു. പദയാത്രയ്ക്ക് മുന്നോടിയായി നടന്ന പൊതുസമ്മേളനത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് ബിജെപിയിലേക്ക് 100-ലധികം പേർ അംഗത്വമെടുത്തു. പദയാത്ര ഉദ്ഘാടനം ചെയ്ത് ബിജെപി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ LDFനും UDFനും എതിരെ രൂക്ഷ വിമർശനം നടത്തി. कांग्रेस में भी दम नहीं, कम्युनिस्टों में दम नहीं, दोनों इधर कुश्ती करते, वहां दोस्ती करते, ऐसे ये है UDF और LDF, और इसलिए इस बार लोगों ने सोचा है कि मोदी को वोट देना है. ലൈഫ് മിഷനിൽ പണം നൽകാതെ പിണറായി ബസ് വാങ്ങി ആഡംബരം കാണിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരനും ആരോപിച്ചു. വീട് എന്ന് പറയുന്നത് ഞാൻ ഇന്ന് രാവിലെയും നമ്മുടെ ഇതേ മണ്ഡലത്തിൽ ഉഴമലക്കലിൽ അവിടുത്തെ കരയോഗം മുൻകൈ എടുത്തുകൊണ്ട് അവിടെ വീടില്ലാത്ത ഒറ്റമുറി വീടുള്ള ഒരു കുടുംബത്തിന് അവർക്കൊരു വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ തറക്കല്ലിടാൻ ഞാൻ പോയിരുന്നു. കാരണം വീട് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. പക്ഷെ ഇവിടെ ചില ആളുകളൊക്കെ ഞങ്ങളാണ് വീട് കൊടുത്തത് എന്നാണ് പറയുന്നത്. ലൈഫ് മിഷന്റെ പേരിൽ കൊടുത്ത വീടിന്റെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. എന്താ ലൈഫ് മിഷൻ? ലൈഫ് മിഷൻ എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ തന്നെ പണം കൊള്ളയടിക്കുന്ന ഒരു പദ്ധതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ലൈഫ് വീടിന് കൊടുക്കാൻ പണമില്ല എന്നാണ് പിണറായി പറയുന്നത്. 4 ലക്ഷം കൊടുക്കാൻ പണമില്ല. പക്ഷേ 1.5 കോടി ചെലവാക്കി ബസ് വാങ്ങാൻ, ആ ബസ്സിൽ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ജനങ്ങളെ മുഴുവൻ തല്ലി ഓടിച്ചുകൊണ്ട് നവകേരള സദസ്സിന്റെ പേരിൽ ഒരു യാത്ര നടത്താൻ പണമുണ്ട്. കേരളത്തിന് ദുരന്തമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്ന് സുരേന്ദ്രൻ പറഞ്ഞു. പാർട്ടി സെക്രട്ടറി പോലും ഒരു അടിമപ്പണി എടുക്കുകയാണ്. അവിടെ AKG സെന്ററിൽ ഇരുന്ന് പിണറായി വിജയന് പാദസേവ ചെയ്യുന്ന ഒരു അടിമയായി CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ദുരന്തം. ഫെബ്രുവരി 5-ന് പദയാത്ര പത്തനംതിട്ട ജില്ലയിൽ പര്യടനം നടത്തും. ജനം, തിരുവനന്തപുരം.